നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. നാടിന്റെ അഭിമാനമായി വടക്കാഞ്ചേരി മാറിയെന്ന് കെ രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും സ്വരാജ് ട്രോഫിയിൽ 2ാം സ്ഥാനവും മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ 1ാം സ്ഥാനവും ലഭിച്ച വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വടക്കാഞ്ചേരി പൗരാവലി സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും സ്വരാജ് ട്രോഫി പുരസ്കാരമാണ് 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ നാമധേയത്തിലുള്ള പദ്ധതിക്ക് 1ാം സ്ഥാനവും ലഭിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് 87 മുനിസിപ്പാലിറ്റികളുണ്ട്. ആ 87 മുനിസിപ്പാലിറ്റികളിൽ സ്വരാജ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ 2ാം സ്ഥാനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി നമ്മുടെ നാടിനാകെ അഭിമാനമുണ്ടാക്കി തന്നിരിക്കുകയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും അതിൻ്റെ ഭരണസമിതി. ആ ഭരണസമിതിയിൽ മറ്റ് ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഒരു പൗരസ്വീകരണം നാം ഒരുക്കിയിരിക്കുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അഭിമാനം കാത്ത, നമ്മുടെ നാടിൻ്റെ അഭിമാനം കാത്ത, എല്ലാ കാര്യത്തിലും 1ാം സ്ഥാനത്ത് എത്താൻ വേണ്ടി ശ്രമിച്ച, ഒരു കാര്യത്തിൽ 2ാം സ്ഥാനത്തും ഒരു കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഭരണസമിതിയെയും അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ജാതി മത ചിന്താഗതിക്കെല്ലാം അതീതമായിക്കൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. ഇതുപോലെ തന്നെയാണ് ഈ മാലിന്യം പോലെ തന്നെയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം കടന്നു വരുന്നത്. അന്ധവിശ്വാസം കടന്നു വരുന്നത് എവിടെയാണ്? കൂടുതൽ സ്വത്തുണ്ടാക്കാൻ വേണ്ടിയുള്ള ആർത്തിയാണ് നമ്മളെ പലരിലും അന്ധവിശ്വാസം ജനിപ്പിക്കുന്നത്. ആണോ? അതുകൊണ്ടല്ലേ മനുഷ്യ ജീവനെ ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നത്. നരബലി നടത്താൻ തയ്യാറായത് എന്തുകൊണ്ടാണ്? കൂടുതൽ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി. അപ്പോൾ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലേക്കും നമ്മുടെ ശ്രമം പോയി കഴിഞ്ഞാൽ ഈ വികസന നേട്ടമെല്ലാം അപ്രത്യക്ഷമായിട്ട് നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഉന്നതമായിട്ടുള്ള ട്രോഫികൾ കരസ്ഥമാക്കി. നമ്മുടെ പ്രിയപ്പെട്ട MLA അടുത്ത പ്രാവശ്യം നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിക്ക് ട്രോഫി ലഭിക്കണം, അല്ലെങ്കിൽ 1ാം സ്ഥാനം ലഭിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു. ഈ ഭരണസമിതി ആവില്ല, തുടർന്ന് വരുന്നത് ഭരണസമിതിക്കായിരിക്കും അതിൻ്റെ ഈ ഭരണസമിതി. എല്ലാ മേഖലയിലും കേരളം മുന്നിലായതിനാൽ ലഭിക്കേണ്ട സഹായങ്ങൾ മുടങ്ങിപ്പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. സ്വീകരണത്തിന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നന്ദി പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ, മാധ്യമ രംഗത്തുള്ളവർ ആശംസകൾ നേരാനെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.